ഈമാന് കാത്തു സൂക്ഷിക്കണം. ഈമാനിൽ നിന്ന് രാജിയായി പോകുന്ന, പിന്തിരിഞ്ഞു പോകുന്ന ദുർഘടമായ ഒരവസ്ഥ ഉണ്ടാകരുത്. ഏറ്റവും അധികം ജനങ്ങൾക്ക് ഈമാൻ നഷ്ടപ്പെടുന്നത് ബഹുമാനത്തിന്റെ കുറവുകൊണ്ടാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ബഹുമാനത്തിന് കുറവുണ്ടാകാൻ പാടില്ല. ബഹുമാനത്തിന് കുറവ് വരാൻ പാടില്ല. നന്നായി ബഹുമാനിക്കേണ്ടത് അങ്ങനെ തന്നെ ബഹുമാനിക്കണം. പ്രത്യേകിച്ച് പറയട്ടെ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അള്ളാഹുവിന്റെ കലാമിനോടുള്ള ബഹുമാനം. ഖുർആൻ, മുസ്ഹഫ്, അതിനെ ബഹുമാനിക്കണം. വീടുകളിലൊക്കെ ഉണ്ടാകും മുസ്ഹഫ്. പരിപാടി കഴിഞ്ഞിട്ട് പോയി നോക്കണം. ചട്ടയില്ലാത്തതും പേജ് പോയതോ ആയ മുസ്ഹഫൊക്കെ ഉണ്ടാവും. നമ്മളെ ആൾക്കാരുടെ ദുരവസ്ഥ അറിഞ്ഞു നിങ്ങൾ? ആക്രിക്കടയിലാണ് മുസ്ഹഫ് കൊണ്ടുപോയി കൊടുക്കുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എവിടെയുണ്ട് കൊണ്ടുപോയി മുസ്ഹഫ്? എന്താ അവൻ പറയണെന്ന്? ഉംറക്ക് പോയപ്പോ പുതിയ മുസ്ഹഫ് എത്തിയിട്ടുണ്ട്. അല്ലാഹു തആലാന്റെ ഖുർആനിനോടെങ്ങാനും ഒരു ചെറിയ ബഹുമാനക്കേട് സംഭവിച്ചു പോയാൽ നമ്മളെ ഈമാൻ മാറിപ്പോകും. അല്ലാഹു നൽകിയ ഈമാൻ ഊരിപ്പോകും. ഖുർആനോട് ബഹുമാനക്കേടുണ്ടാകാൻ പാടില്ല. ഖുർആനൊക്കെ പെയിന്റ് ചെയ്ത് നന്നാക്കണം, ചട്ട വെച്ച് നന്നാക്കണം. വേറെ ചില ആൾക്കാർക്ക് സ്വഭാവമുണ്ട്, ഈ പഴയ മുസ്ഹഫൊക്കെ പള്ളിക്കൽ കൊണ്ടുവന്നിട്ട് പതുക്കെ സലാമത്താകാം. പള്ളിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ആളെ പിടിക്കാനുള്ള CCTV ഇല്ലല്ലോ. പുറത്ത് പിന്നെ ആൾക്കാർ ചെരുപ്പോ മറ്റോ ഉപകരണങ്ങളോ വണ്ടിയൊക്കെ പോകുന്നത് നോക്കാൻ പുറത്തുണ്ടാവും. ഉള്ളിൽ ആരൊക്കെ പഴയ മുസ്ഹഫൊക്കെയാണ് CCTV ഉണ്ടെങ്കിൽ പിടിക്കായിരുന്നു. ചട്ടമില്ലാത്തൊക്കെ പള്ളിയിൽ പതുക്കെ കൊണ്ടുവച്ച് ആളില്ലാത്ത നേരം നോക്കി 2 ഭാഗത്ത് നോക്കി ഒരു തടിയപ്പ്. എന്നാ അതൊരു 10-25 രൂപ വെച്ചൊരു ചട്ട വെച്ചിട്ട് പള്ളിന്റെ ഉള്ളിൽ വെക്കാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു. അതിനോടൊക്കെ ഒരു ബഹുമാനം പാലിക്കണം. കീറി പറഞ്ഞ രൂപത്തിലാകരുത്, ഉപയോഗിക്കാത്ത രൂപത്തിലാകരുത്, ഉപയോഗിക്കണം. ഏറ്റവും വലിയ കടമയാണത് ഉപയോഗിക്കണം, ബഹുമാനിക്കണം. കുട്ടികളെ മുസ്ഹഫ് ആണെങ്കിലും അത് പെയിന്റ് ചെയ്ത് സൂക്ഷിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭവനങ്ങളാകുന്ന പള്ളികൾ ഇതിനോട് ബഹുമാനം സ്വീകരിക്കണം. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കൂ. ഖുർആനിൽ അല്ലാഹു തആല നൽകിയ ബഹുമാനം എത്ര വലുതാണ്. ഫൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. ആര് ഖുർആൻ എവിടുന്ന് ഓതുന്നത് കേട്ടാലും അല്ലാഹുവിന്റെ നിർദ്ദേശം കണ്ടില്ലെങ്കിൽ അത് കേട്ടിട്ട് മൗനം പാലിക്കണം. എത്ര വലിയ നിർദ്ദേശാണത്. ആര് ഓതി എന്നുള്ളത് അവിടെ വിഷയമല്ല. ഖുർആൻ ഓതപ്പെട്ടാൽ ഖുർആനോത്താണ് കേൾക്കുന്നത്. അതിന് ഉപകരണത്തിനായാലും ശരി, മൈക്കിലോതാണ് ശരി, ലൈവായിട്ട് എങ്ങനെ ഓതാണ് ശരി, അവിടെ സംസാരിക്കരുത്. അവിടെ അന്യോന്യം ഒച്ചപ്പാടുണ്ടാക്കരുത്. കാരണം കേൾക്കുന്നത് ഖുർആനാണ്. അതിന് അത്രയും വലിയ ബഹുമാനുണ്ട്. ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ ഓതുമ്പോ ശബ്ദം ഉണ്ടാക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ളത് കാഫിരീങ്ങളെ സ്വഭാവമാണ്. وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون. അന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഒറ്റ ഓതുമ്പോഴേക്ക് തന്നെ അതിന്റെ അർത്ഥ തലങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ കേറി വന്നിട്ട് വിവിധങ്ങളെ സവിധത്തിൽ ഇരുന്നിട്ട് വിശ്വാസിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലും. ഇത് മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ വേണ്ടി വിവിധങ്ങൾ ഓത്തുകയാണെങ്കിൽ അപ്പുറത്തുനിന്ന് കാഫിരീങ്ങൾക്ക് എന്താ പണി എന്നറിയോ? ഒച്ചപ്പാടുണ്ടാക്കുക. ഒച്ചപ്പാടുണ്ടാക്കുക അവർ കേൾക്കാക്കാൻ വേണ്ടി. അത് അവരുടെ സ്വഭാവ. എന്തിന്? നമ്മൾ ജയിക്കണം. നമ്മളെ കൂട്ടുന്ന ഒരാളും ഖുർആൻ കേട്ടിട്ട് പോയിട്ട് ഈമാൻ സ്വീകരിക്കരുത് എന്ന് കരുതിയിട്ട്. അപ്പൊ ആ ഒച്ചപ്പാടും അപശബ്ദങ്ങളും അവരുടെ സ്വഭാവമാണ്. നമുക്ക് പറ്റിയതല്ല. നമ്മൾ സാഗൂതം ശ്രവിക്കണം, ശ്രദ്ധിക്കണം. ഈമാനിന്റെ ഭാഗമാണ് ഖുർആൻ. അതിനോട് ബഹുമാനം പാലിക്കണം. അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരോട് ബഹുമാനം സ്വീകരിക്കണം. ബഹുമാനിക്കേണ്ട എല്ലാ തലങ്ങളെയും ശരിക്കതിന്റെ ആത്മീയമായ രൂപത്തിൽ ബഹുമാനിക്കണം. പരിഹസിക്കരുത്, നിന്ദിക്കരുത്. ബഹുമാനിക്കേണ്ട എല്ലാ തലങ്ങളെയും ബഹുമാനിക്കണം. കണ്ടില്ലേ നിങ്ങൾ? ബഹുമാന